നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി പണവും വഴി ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പണം തരാത്തവർക്ക് നേരെ നിങ്ങൾ ദേഷ്യപ്പെടും. ഇത് നിങ്ങളെ പ്രശ്നം അവരുടേതല്ല, നമ്മുടെ മനസ്സിന്റെ പ്രശ്നം. മുട്ട പറയുന്ന ഒരു ഐറ്റം എന്താ വെച്ചാൽ ഈ മുട്ടാന്ന് വിളിക്കുക പ്രശ്നമൊന്നുമില്ല. പുള്ളിനെ തന്നെ മുട്ടാന്ന് പറയാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മൈരിൻ്റെ ഒക്കെ ഒരു കുറേ സ്നോഫ്ലേക്കുകൾ ഇതും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടീമുകൾക്ക് ഈ തടിയൻ മുട്ട അതൊന്നും പറയാൻ പറ്റാ ഭയങ്കര പ്രശ്നം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ ഉരുക്കി ഒലിച്ച് ആകെ വേജാറായി ടെൻഷനായി ചാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ പൈസ വാങ്ങുന്നതൊക്കെ നമ്മളെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നമ്മളെ കുഴപ്പം കൊണ്ടാണ്. സോ നമ്മളെ ഭാഗത്താണ് എന്തോ കുഴപ്പമുള്ളത്. അവർ പൈസ ഇല്ല, അതായത് വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് ട്രോമയുണ്ട്, അവർക്ക് വേറെ അവസരം ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പൈസ വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ സ്വസ്ഥമായിട്ട് നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസ്, നിങ്ങളുടെ ടിക്കറ്റ്, നിങ്ങളുടെ സീറ്റ്, ഇത് നിങ്ങൾ സ്വസ്ഥമായി ഒരു പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് പോകാൻ നോക്കിക്കോ. അപ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു കൈകൊട്ട് ശബ്ദം കേൾക്കും. എന്നിട്ട് കുറേ എന്ത് ചെയ്യും, കുറേ സാരി ഇട്ട കുറേ ചേട്ടന്മാർ വരും. അപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ടൊന്നും അംഗീകരിക്കേണ്ട, ഇതിന് കുറേ നിബന്ധനകളുണ്ട്. അമ്മമാർ വന്നിട്ട് എന്ത് ചെയ്യും, പൈസ വയ്ക്കും. പൈസ വെച്ച് കൊടുത്തില്ലേ തുണി നോക്കി കാണിക്കുക ആദ്യം, അല്ലെങ്കിൽ നമ്മളെ സാധനത്ത് കയറി പിടിക്കും, അല്ലെങ്കിൽ നമ്മളെ പച്ചത്തറി പറയും. ചെറിയ മക്കളെ പിള്ളേരുണ്ടെങ്കിൽ ഓലെ ഒരുമാതിരി പേടിപ്പിച്ച് അവരെ ട്രോമയിലാക്കി വിടും. എന്നിട്ട് വായി തോന്നി തന്തയില്ലായ്മത്തരം ഊമ്പിത്തരം എല്ലാം കാണിച്ച് ലാസ്റ്റ് പൈസയും വാങ്ങി പോകും. ഒരാളെ നിന്നല്ല, 1 2 3 എൻ്റെ ഓർഡർ അനുസരിച്ച് പൈസ വാങ്ങിപ്പോകും. ഇനി നമ്മളൊരു ഹൈവേയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ ടോളൊക്കെ കഴിഞ്ഞാൽ വന്ന് ഗുണ്ടാപ്പിരും അഫ്താപ്പിരും പോലെ പൈസ വാങ്ങിപ്പോകും. ഇനി അതുമല്ലാതെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കും, അവിടുന്ന് പൈസ വാങ്ങിപ്പോകും. അപ്പം ഇങ്ങനത്തെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനത്തെ പല ഊമ്പിയ പരിപാടി ചെയ്തുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഒരു ബാത്റൂമിൽ കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുന്ന വീഡിയോസും വരെ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഊമ്പിത്തരം ചെയ്യുന്ന ആൾക്കാരാണ് ഈ മുട്ട വന്ന് ന്യായീകരിച്ച് നമ്മളെ പ്രശ്നം എന്ന് പറയാം. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തത്, അതുപോലെ ട്രോമ അനുഭവിച്ച പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊന്നും പൈസ കൊള്ളടിക്കാൻ നടക്കില്ല, ഇവരൊക്കെ മാന്യമായി ജീവിക്കാം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ ഉണ്ടല്ലോ മാന്യമായി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെ പ്രശ്നം എന്താ? അപ്പോൾ ഇവരെ പ്രശ്നം ജോലി മറ്റൊന്നല്ല, ഇവർക്ക് ഒരു ദിവസം ഇങ്ങനെ കൊള്ളയടിച്ചിട്ട് 5000-10000 രൂപ ഡെയിലി കിട്ടും. ഇതൊരു വലിയ ടോട്ടലിറ്റേറിയൻ മാഫിയാണ്. ഇവർക്ക് ഈ പൈസ കിട്ടും. ഈ മാന്യമായ ശമ്പളം പോരെ ഇവർക്ക്. അതിനുവേണ്ടിയാണ് ഇവർ ഈ കൊള്ളയടിക്കുന്നതും ഇങ്ങനത്തെ തോന്നിയ പരിപാടി ചെയ്യുന്നു. മുട്ട പറയാണ്, നമ്മളെങ്ങാനാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലീസുകാരും നമ്മളൊന്നും ചെയ്യില്ല, ആൾക്കാർ ചെയ്യില്ല, ഇവരെ ആയതുകൊണ്ടാണ് തല്ലിയത്. മുട്ട ഒരു കാര്യം ചെയ്യും, മുട്ട നാളെ തൊട്ട് നാട്ടിലേതെങ്കിലും ട്രെയിനിൽ കയറി, പ്രബുദ്ധ കേരളത്തിലെ ഒരു ട്രെയിനിൽ കയറിയിട്ട് പൈസ തന്നില്ലേ തുണി നോക്കി കാണിക്കില്ലേ, തെറി പറയും, സാധനത്ത് കയറി പിടിച്ചു നോക്കും, അവരെ അടിച്ചു കൂട്ടി മൂലക്കിടും. പാവെല്ലാം മൈര് വിചാരിച്ചിട്ട് ആൾക്കാർ തൊടാതെ അല്ലെങ്കിൽ പെട്ട് കളയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ. നമ്മളെങ്ങാനാണ് ഇതുപോലെ തുണി നോക്കി കാണിച്ച് പൈസ വാങ്ങാൻ പോയതെങ്കിലല്ല നമ്മളെ ചെള്ളടിച്ചിരിക്കുക ആൾക്കാർ. അപ്പോൾ ഇങ്ങനത്തെ ഊള മറ്റേ ഇമോഷണൽ കൊണയായിട്ടൊന്നും ഇതൊക്കെ ഒരു ടിപ്പിക്കൽ വോക്കായിട്ടാണ്. ഇപ്പോൾ ഇമോഷണൽ കൊണ വെച്ചിട്ട് ചെയ്യുന്ന ഊമ്പിത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഈ നാട്ടിൽ പൈസ ഇല്ലാത്തോ ഇങ്ങനത്തെ ആൾക്കാർ, ഇവരൊന്നും കൊള്ളയടിച്ചല്ല ജീവിക്കുന്നത്, വൃത്തിക്ക് ജീവിക്കുന്ന പിന്നെ അത് മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത്. ഇവർ ഈ കേരളത്തിൽ ഈ പാലാരിട്ടം പാലം എന്നുള്ള ചൊല്ലം തന്നെ അങ്ങനെ വന്നതാണ്. ഇവർ ഈ സെക്സ് ട്രേഡ് നടത്തുന്നുണ്ട്, യാതൊരു മെഷേഴ്സും റവന്യൂ മെഷേഴ്സും എടുക്കാതെ, യാതൊരു ലീഗാലിറ്റി ഒന്നും ഇല്ലാതെ. ഒന്ന് വന്നാൽ പിന്നെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്താലേ 10 രൂപ കൊണ്ട് വരുന്നിട്ട് ഇവിടെ തോന്നിയ പരിപാടി. പിന്നെ മുട്ടയ്ക്കൊരു സ്വഭാവമുണ്ട്, അവനവൻ്റെ സ്വഭാവം നാട്ടുകാരുടെ സ്വഭാവമായിട്ട് ജനറേറ്റ് ചെയ്യും. മുട്ട ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ട്രോമ വന്നാലോ നാട്ടുകാരെ കയറി അല്ലെങ്കിൽ പൈസ ഇല്ലാതായാലും നാട്ടുകാരെ പൈസ കൊള്ളടിക്കാൻ തുണി വെക്കാനും പോകാൻ മതിയാവും. നമ്മളെ പരിപാടിക്ക് പോകില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങനെയാണെന്ന് പറയില്ല. ഊമ്പിത്തരം കാണിക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കുമ്പോൾ ആളുകളെ പോയി ഉപദേശിക്കാൻ നിൽക്കാതെ മുട്ട പോയിട്ട് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിനോട് പോയി മാന്യം മര്യാദയെ ജീവിക്കുക. നാട്ടുകാർ കയറി അല്ലെങ്കിൽ പോലീസുകാർ, കാരണം ആൾക്കാർ പോലീസുകാരോട് കംപ്ലൈൻറ്റ് ചെയ്യും, പോലീസുകാരെ അടുത്ത് തുണി വെക്കാൻ പോയാൽ പോലീസുകാർ കയറിത്തല്ലോ. ഒരുത്തൻ കുറ്റം ചെയ്യുമ്പോൾ ഇമോഷണൽ കൊണയടിച്ച് അവനെ വെളുപ്പിക്കാതെ അവനെ പറഞ്ഞ് തിരുത്തുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അതൊരു ഊമ്പിയ പരിപാടിയാണ്.